ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലക്ഷ്യങ്ങൾ. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് കഴിയും: 1. ന്യൂമാറ്റിക്, ഹൈഡ്രോളിക് എന്നിവ പരിപാലിക്കുന്നു. 2. ട്രബിൾ ഷൂട്ടിനെ കുറിച്ചറിയാം. 3. ന്യൂമാറ്റിക്, ഹൈഡ്രോളിക് എന്നിവയിൽ സുരക്ഷ പിന്തുടരുന്നു. ആദ്യം ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. 1. ഹൈഡ്രോളിക് സംവിധാനങ്ങൾ വളരെ ഉയർന്ന മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നത്. സമ്മർദ്ദത്തിലായ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഭാഗം തുറക്കുന്നതിന് മുമ്പ് സിസ്റ്റം അടച്ചുപൂട്ടുകയും സിസ്റ്റം മർദ്ദം ഒഴിവാക്കുകയും ചെയ്യുക. 2. ഉയർന്ന മർദ്ദ ചോർച്ചയിൽ നിന്നുള്ള സ്പ്രേ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗവുമായി ബന്ധപ്പെടാൻ അനുവദിക്കരുത്, കാരണം ഗുരുതരമായ കുത്തിവയ്പ് പരിക്കുകൾക്ക് കാരണമായേക്കാം. 3. പമ്പുകൾ, വാൽവുകൾ, മോട്ടോർ എന്നിവ ചൂടാകാം. നഗ്നമായ ചർമ്മവും ചൂടുള്ള പ്രതലങ്ങളും തമ്മിലുള്ള ആകസ്മിക സമ്പർക്കത്തെക്കുറിച്ചുള്ള ജാഗ്രത പാലിക്കുക. കൈകളും വസ്ത്രങ്ങളും സിസ്റ്റത്തിന്റെ ചലിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. 4. വസ്തുവിന്റെ ഭാരം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കുറഞ്ഞത് 20% അധികം ശേഷി ആഗ്രഹിക്കുന്നു. ഒരു ലോഡ് ഷിഫ്റ്റ് സംഭവിക്കാമെന്ന് ഓർമ്മിക്കുക. ഇത് ഒരു നിർദ്ദിഷ്ട ലിഫ്റ്റിംഗ് പോയിന്റിൽ അധിക ശേഷി ആവശ്യമാണ്. 5. നിങ്ങളുടെ ഹൈഡ്രോളിക് സിസ്റ്റം സജ്ജീകരിക്കുന്നതിന് മുമ്പ് ഓരോ ഘടകവും പരിശോധിക്കുക. നല്ല അവസ്ഥയിലുള്ള ഘടകങ്ങൾ മാത്രം ഉപയോഗിക്കുക. അറ്റകുറ്റപ്പണിക്കോ മാറ്റിസ്ഥാപിക്കുന്നതിനോ അവ കൈമാറുക. 6. എല്ലാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും വായിക്കുക. ഏതെങ്കിലും ഉപകരണം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഓപ്പറേറ്റിംഗ് മാനുവൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഉപകരണ ലേബലുകൾ ഒരിക്കലും നീക്കം ചെയ്യരുത്. നഷ്ടപ്പെട്ടതോ ധരിച്ചതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ ലേബലുകൾ മാറ്റിസ്ഥാപിക്കുക. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും സുരക്ഷാ ഗ്ലാസുകളും സംരക്ഷണ വസ്ത്രങ്ങളും ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. 7. ഹൈഡ്രോളിക് റാമുകൾ ഉയർത്താനും താഴ്ത്താനും നിർമ്മിക്കുന്നു. അവ ദീർഘകാല പിന്തുണയായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല. ലോഡ് ദീർഘനേരം സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ക്രബിംഗ് അല്ലെങ്കിൽ സിംപ്ലെക്സ് ലോക്ക് നട്ട് സിലിണ്ടറുകൾ ഉപയോഗിക്കണം. 8. ദ്രുത കപ്ലറുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് കപ്ലിംഗുകൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഫിറ്റിംഗുകൾ, ഗേജുകൾ, മറ്റ് ത്രെഡഡ് കണക്ഷനുകൾ എന്നിവ കർശനമായി സ്ക്രൂ ചെയ്യുകയും ചോർച്ച ഒഴിവാക്കുകയും വേണം. ഫിറ്റിംഗുകൾ ഒരിക്കലും അമിതമായി ഉപയോഗിക്കരുത്, കാരണം ഇത് അവ രൂപാന്തരപ്പെടാനോ ത്രെഡ് പ്രൊഫൈൽ നീക്കം ചെയ്യാനോ കാരണമാകും. താഴ്ന്നതും ഉയർന്ന മർദ്ദമുള്ളതുമായ ഘടകങ്ങൾ തമ്മിലുള്ള അനുചിതമായ ഹൈഡ്രോളിക് കൂട്ടിച്ചേർക്കൽ മറ്റൊരു അപകട സാധ്യതയാണ്. താഴ്ന്ന മർദ്ദ സംവിധാനം ഉയർന്ന മർദ്ദമുള്ള പമ്പുമായി ബന്ധിപ്പിക്കാൻ പാടില്ല. ഉയർന്ന മർദ്ദമുള്ള സിസ്റ്റത്തിന് താഴ്ന്ന മർദ്ദഭാഗമോ ഹോസോ ഫിറ്റിംഗോ ഉണ്ടാകാൻ പാടില്ല. ഭാഗങ്ങൾ, ഹോസുകൾ അല്ലെങ്കിൽ ഫിറ്റിംഗുകൾ എന്നിവയിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്ക് സംയോജിപ്പിച്ച പ്രഷർ റിലീഫ് വാൽവുകൾ വഴി ഉപയോഗവേളയിൽ മർദ്ദം വർദ്ധിക്കുന്നത് തടയുന്നു. ശരിയായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഈ വാൽവുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും ഇടയ്ക്കിടെ പരിശോധിക്കുകയും ചെയ്യുക. 9. ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഹൈഡ്രോളിക് ഹോസുകൾ, ഫിറ്റിംഗുകൾ അല്ലെങ്കിൽ കപ്ലറുകൾ അൺകപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. ഹാൻഡ് പമ്പിന്റെ റിലീസ് സ്ക്രൂ തുറക്കുക. റാം ഇറക്കുക. എല്ലാ ഹൈഡ്രോളിക് നിയന്ത്രണങ്ങളും ആവർത്തിച്ച് മാറ്റുകയോ തുറക്കുകയോ ചെയ്യുക. സിസ്റ്റത്തിന് ഒരു ഗേജ് ഉണ്ടെങ്കിൽ ഗേജ് 2 തവണ പരിശോധിച്ച് മർദ്ദം പൂർണ്ണമായും പുറത്തുവിടുന്നുവെന്ന് ഉറപ്പാക്കുക. 10. ചൂണ്ടയോ വലുതോ ആയ ഒന്നും ഒരിക്കലും ഒരു ഹോസിലിടരുത്. തിരക്കേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഹോസ് അകറ്റി നിർത്തുക. ഏതെങ്കിലും ആന്തരിക ഹോസ് വയർ സ്ട്രാൻഡ് കേടുപാടുകൾ തടയുന്നു. നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാൽ തകരാറുള്ള ഒരു ഹോസ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഹൈഡ്രോളിക് ലൈനുകൾ റൂട്ട് ചെയ്യുമ്പോൾ അവയെ കിങ്കുകളും മൂർച്ചയുള്ള വളവുകളും ഇല്ലാതെ സൂക്ഷിക്കുക. 11. പമ്പുകൾ അവയുടെ ഹോസുകളിൽ കൊണ്ടുപോകുകയോ വലിച്ചിടുകയോ ചെയ്യരുത്. ഹോസുകളെയോ പമ്പുകളെയോ പിന്നിലേക്ക് വലിച്ചിഴയ്ക്കുകയോ ഘടിപ്പിച്ച ഹോസുകൾ വഹിക്കുകയോ ചെയ്താൽ കപ്ലറുകൾക്കും ഹോസുകൾക്കും ദോഷം സംഭവിക്കാം. കേടുപാടുകൾ സംഭവിച്ച കപ്ലറുകളും ഹോസുകളും ഉപയോഗിക്കുന്നത് അപകടകരമാണ്. 12. മെഷീൻ വിടുന്നതിനു മുമ്പ് എല്ലായ്പ്പോഴും ഹൈഡ്രോളിക് വർക്കിംഗ് യൂണിറ്റുകൾ നിലത്തേക്ക് താഴ്ത്തുക. 13. എലിവേറ്റഡ് സമയത്ത് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിക്കുന്നതിനു പകരം പ്രവർത്തന ഘടകങ്ങൾ ബ്ലോക്ക് ചെയ്യുക. 14. ഓപ്പറേറ്റിംഗ് യൂണിറ്റുകൾക്ക് സുരക്ഷാ പിന്തുണകളോ ബ്ലോക്കുകളോ നിലത്തോ സുരക്ഷിതമായ പിന്തുണയ്ക്കുന്നതുവരെ
ഏതെങ്കിലും സിലിണ്ടറുകൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് എഞ്ചിൻ ഓഫ് ചെയ്യുക. അടിസ്ഥാന ഹൈഡ്രോളിക് സിസ്റ്റം പ്രതിവാര അറ്റകുറ്റപ്പണി. 1. സിസ്റ്റത്തിന്റെ പ്രകടനവും പൊതുവായ അവസ്ഥയും പരിശോധിക്കുക. 2. റിസർവോയറിലെ ഓയിൽ ലെവൽ കാഴ്ച ഗ്ലാസിൽ ശരിയാണോ എന്ന് പരിശോധിക്കുക. അഥവാ ഇത് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് സിലിണ്ടർ പൂർണ്ണമായും പിൻവലിക്കണം. പുതിയ എണ്ണയുടെ സാമ്പിളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എണ്ണയുടെ നിറം പരിശോധിക്കുക. 3. റിസർവോയർ കവർ, സോളിനോയിഡ് പൈപ്പ് കണക്ഷനുകൾ എന്നിവ ചോർച്ചയ്ക്കായി പരിശോധിക്കുകയും ആവശ്യാനുസരണം കർശനമാക്കുകയും ചെയ്യുക. ഏതെങ്കിലും ചോർച്ച പരിസ്ഥിതിക്കും മനുഷ്യ സുരക്ഷയ്ക്കും അപകടകരമാണെന്ന് ഓർമ്മിക്കുക. കാരണം ഹൈഡ്രോളിക് ദ്രാവകം സിസ്റ്റത്തിനുള്ളിൽ ചൂടാകുകയും അങ്ങേയറ്റം വിഷാംശമുള്ളതുമാണ്. ദ്രാവകനില വളരെ കുറവായിരിക്കുമ്പോൾ സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കില്ല. മാത്രമല്ല അമിതമായി ചൂടാവുകയും ചെയ്യും. 4. വായുസഞ്ചാരത്തിന്റെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോയെന്ന് ഹൈഡ്രോളിക് റിസർവോയറിന്റെ ഉള്ളിൽ പരിശോധിക്കുക. നുരയുന്നതിന്റെയോ ചെറിയ ചുടികളുടെയോ എന്തെങ്കിലും തെളിവുകളായി ടോർച്ച് ഉപയോഗിച്ച് നിറച്ച ഹോസ് നോക്കുക. പതിവ് റിസർവോയർ പരിശോധനകൾ നിർണായകമാണ്. കാരണം വായുസഞ്ചാരം ഒരു സക്ഷൻ ലൈൻ ചോർച്ച അല്ലെങ്കിൽ മോശം ഷാഫ്റ്റ് സീലുകൾ സൂചിപ്പിക്കുന്നു. 5. ഫിൽട്ടറുകളിലെ ഇൻഡിക്കേറ്റർ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ മൂലകങ്ങൾ മാറ്റിസ്ഥാപിക്കുക. മൂലകങ്ങൾ മാറ്റിസ്ഥാപിക്കുമ്പോൾ ആസന്നമായ യൂണിറ്റ് പരാജയത്തിന്റെ സൂചനകൾ പരിശോധിക്കുക. ഉദാഹരണത്തിന് ലോഹകണങ്ങൾ. 6. റിലീഫ് വാൽവ് ലോക്ക് പരിശോധിക്കുക. അനധികൃത തിരിമറി ഉണ്ടോ എന്ന് പരിശോധിക്കുക. 7. സംഭരണി പ്രീചാർജ് അഥവാ ഘടിപ്പിച്ചിരിക്കുന്നിടത്ത് പരിശോധിക്കുക. വർഷം തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും 3000 പ്രവർത്തനങ്ങൾ. 1. എല്ലാ മൗണ്ടിംഗ് ബോൾട്ടുകളും മുറുക്കമുണ്ടോ എന്ന് പരിശോധിക്കുക. പമ്പ് അഥവാ മോട്ടോറിൽ നിന്ന് കപ്ലിംഗ് ഗാർഡുകൾ നീക്കം ചെയ്യുക. ധരിക്കുന്നതിനായി ഫ്ലെക്സിബിൾ കപ്ലിംഗ് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ റബ്ബർ സ്ലീവ് മാറ്റുക. 2. ഓയിൽ ചോർച്ച ഉണ്ടോ എന്ന് എല്ലാ വാൽവ്, പങ്ക്, ആക്ച്വേറ്റർ എന്നിവ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ സീലുകൾ നീക്കം ചെയ്ത് മാറ്റുക. 3. ശുചിത്വത്തിനായി ഫില്ലർ, ബ്രീത്തർ, സക്ഷൻ ഫിൽട്ടർ, സിസ്റ്റം ഫിൽട്ടറുകൾ എന്നിവ പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക. 4. കൂളർ പരിശോധിച്ച് മൂലകം വൃത്തിയാക്കുക. ആവശ്യമെങ്കിൽ സീലുകൾ മാറ്റുക. 5. റിസർവോയറിലെ എണ്ണയുടെ ഒരു സാമ്പിൾ ഒരു പ്രത്യേക ലബോറട്ടറി ഉപയോഗിച്ച് വലുപ്പം, അവസാനതരം കണിക മലിനീകരണത്തിനായി പരിശോധിക്കുക. ശുപാർശ ചെയ്താൽ റിസർവോയർ മാറ്റുക. ടാങ്കിന്റെ ഇന്റീരിയർ വൃത്തിയാക്കുക. ആവശ്യമെങ്കിൽ ശരിയായ തരം പുതിയ എണ്ണ ഉപയോഗിച്ച് നിറയ്ക്കുക. ഓരോ 3000 പ്രവർത്തന സമയത്തും അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഹൈഡ്രോളിക് സിസ്റ്റം സർവീസ് ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു. സൂചിപ്പിച്ച കാലയളവിനേക്കാൾ തുടർച്ചയായ പ്രവർത്തനം വർദ്ധിച്ച മലിനീകരണത്തിന് കാരണമായേക്കാം. അത് നശിച്ചേക്കാം. എല്ലാ ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുടെയും പരാജയം 90%-ലധികവും മലിനമായ ഹൈഡ്രോളിക് ദ്രാവകം മൂലമാണ് ഉണ്ടാകുന്നത്. മലിനീകരണ തോത് കുറയ്ക്കുന്നതിന് പതിവ് അല്ലെങ്കിൽ ഷെഡ്യൂൾ പരിപാലനം അത്യാവശ്യമാണ്. പൊതുവായ പരിപാലനം. 1. കേടായ ഹോസുകളും ഓയിൽ ചോർച്ചയും പതിവായി പരിശോധിക്കുക. 2. ഹൈഡ്രോളിക് ഓയിലിൽ നിന്ന് മാലിന്യങ്ങൾ അകറ്റി നിർത്തുക. ആവശ്യാനുസരണം ഫിൽട്ടറുകൾ മാറ്റുക. 3. തുരുമ്പെടുക്കുന്നത് തടയുന്നു. സംരക്ഷണ ലൂബ്രിക്കന്റുകൾ ഉപയോഗിച്ച് സിലിണ്ടർ ദണ്ടുകൾ കോട്ട് ചെയ്യുക. ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ട്രബിൾ ഷൂട്ടിംഗ്. ഹൈഡ്രോളിക് സിസ്റ്റം പ്രവർത്തനരഹിതമാണെങ്കിൽ 1. സിസ്റ്റത്തിൽ എണ്ണയുടെ അഭാവം അല്ലെങ്കിൽ അപര്യാപ്തമായ എണ്ണ. 2. ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ കൈകൊണ്ട് ഒരു ഹൈഡ്രോളിക് ലൈനിൽ ചോർച്ച കണ്ടെത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. പതിവായി എണ്ണയായ ഹൈഡ്രോളിക് ദ്രാവകം വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ ചോർച്ചയിലൂടെ പുറപ്പെടുവിക്കുന്ന കംപ്രസ്ഡ് ദ്രാവകം ചർമ്മത്തിലോ കണ്ണുകളിലോ തുളച്ചുകയറുകയും ഗാംഗ്രീൻ പോലുള്ള ഗുരുതരമായ ദോഷത്തിന് കാരണമാവുകയും ചെയ്യും. ഉയർന്ന മർദ്ദമുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പരിക്കുകൾ ഉടനടി കുത്തിവയ്പ് വൈദ്യുത സഹായം ആവശ്യമാണ്. 3. ഫിൽട്ടർ അടഞ്ഞതോ അശുദ്ധമോ ആകാം. ഫിൽട്ടർ അല്ലെങ്കിൽ ഫിൽട്ടർ ഘടകങ്ങൾ നീക്കം ചെയ്യുക. തുടർന്ന് എണ്ണ ഒഴിക്കുക. 4. അമിതഭാരം,
ലോഡ് പരിധികൾക്കായി യൂണിറ്റ് സ്പെസിഫിക്കേഷനുകൾ പരിശോധിക്കുക. 5. മോശമായി ധരിക്കുന്ന ഘടകങ്ങൾ, അതായത് സിലിണ്ടർ, വാൽവ് മുതലായവ. ആന്തരികമായും പുറത്തും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. കേടായ ഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കുക. വസ്ത്രത്തിന്റെ ഉറവിടം പരിശോധിക്കുക. ഹൈഡ്രോളിക് സിസ്റ്റം സാവധാനം പ്രവർത്തിക്കുകയാണെങ്കിൽ 1. തണുത്ത എണ്ണ, വളരെ ഉയർന്ന എണ്ണ വിസ്കോസിറ്റി. മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് എണ്ണ ചൂടാക്കാൻ അനുവദിക്കുക. കുറഞ്ഞ താപനില ഹൈഡ്രോളിക് ഓയിലിന്റെ വിസ്കോസിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത് എണ്ണ പമ്പിലേക്ക് എത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. എണ്ണ 70 ഡിഗ്രിയോ അതിൽ കൂടുതലോ എത്തുന്നതിന് മുമ്പ് സിസ്റ്റങ്ങൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ കാവിറ്റേഷനിലൂടെ സിസ്റ്റത്തെ തകരാറിലാക്കും. 2. ഹൈഡ്രോളിക് ദ്രാവകത്തിന് വളരെ ചൂടുള്ള അന്തരീക്ഷത്തിൽ ഓക്സിഡൈസ് ചെയ്യാനും കട്ടിയാകാനും കഴിയും. താപം ചിതറിക്കാനുള്ള സിസ്റ്റത്തിന്റെ ശേഷി കുറയ്ക്കുന്നതിന് പുറമെ ഈ ദ്രാവകം കട്ടിയാകുന്നത് ഒഴുക്ക് പരിമിതപ്പെടുത്തുന്ന സിസ്റ്റത്തിൽ അടിഞ്ഞുകൂടുന്നതിലേക്ക് നയിച്ചേക്കാം. 3. ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുടെ പ്രകടനത്തെ ദ്രാവക ഗുണനിലവാരവും അളവും ബാധിക്കും. അപര്യാപ്തമായ ദ്രാവക നിലകളുടെ ഫലപ്രദമല്ലാത്ത ഫിൽട്ടറേഷൻ കാരണം വായുമലിനീകരണം സംഭവിക്കാം. അതേസമയം ദ്രാവക മലിനീകരണം താപനില പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. 4. ഫിൽറ്ററുകളുടെയോ ലൈനുകളുടെയോ പരിധികൾ. ഏതെങ്കിലും ലൈനുകളോ ഘടകങ്ങളോ വൃത്തിയാക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുക. 5. അനുചിതമായ പൊരുത്തപ്പെടലുകൾ. ഓറിഫീസുകൾ, റിലീഫ് വാൽവുകൾ മുതലായവ പരിശോധിക്കുക. മാനുവൽ അനുസരിച്ച് ക്രമീകരിക്കുക. 6. എണ്ണച്ചോർച്ച. ഫിറ്റിങ്ങുകൾ കർശനമാക്കുക. സീലുകൾ അല്ലെങ്കിൽ കേടായ ലൈനുകൾ മാറ്റിസ്ഥാപിക്കുക. സിസ്റ്റത്തിലെ എണ്ണ അമിതമായി ചൂടാകുകയാണെങ്കിൽ 1. അപര്യാപ്തമായ താപ കൈമാറ്റം. ചെളിയും അഴുക്കുമുണ്ടെങ്കിൽ റിസർവോയറും അതിൻ്റെ ഘടകങ്ങളും വൃത്തിയാക്കുക. 2. തെറ്റായ ഘടകം. നന്നാക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുക. 3. ജലസംഭരണി വളരെ ചെറുതാണ്. വലുപ്പം പമ്പ് GPMന്റെ 1.5 മടങ്ങ്, അതായത് 1 മിനിറ്റിൽ ഗാലൻ ആയിരിക്കണം. പമ്പ് ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ 1. ഇൻലെറ്റ് സ്ക്രീൻ പ്ലഗ് ചെയ്തിരിക്കുന്നു, സക്ഷൻ ലൈൻ അടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ വളരെ ചെറുതാണ്, മാറ്റുക അല്ലെങ്കിൽ വൃത്തിയാക്കുക. 2. ഉപകരണത്തിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നിരീക്ഷിക്കുക. 3. ഇൻലെറ്ററിൽ പൈപ്പ് ഫിറ്റിംഗ് ഉപയോഗിക്കുക. ശരിയായ ഫിറ്റിംഗ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക. ഈ വീഡിയോയിൽ സോളിനോയിഡ് വാൽവുകൾ, അവയുടെ തരങ്ങൾ, പ്രയോജനങ്ങൾ, വിവിധതരം സോളിനോയിഡ് വാൽവുകളുടെ സംയോജനവും വിഭജനവും എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. വീഡിയോ കണ്ടതിന് നന്ദി.